ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCERT ക്ലാസ് 9 ചാപ്റ്റർ 3 പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ. എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 39 ക്വസ്റ്റ്യൻ നമ്പർ 1, 2 and 3. ഓക്കെ, അതിൽ ഫസ്റ്റ് വർക്ക് ഷീറ്റിൽ വരുന്ന 3 ക്വസ്റ്റ്യൻസുകളാണ്. ഈ 3 ക്വസ്റ്റ്യൻസുകളും വരയ്ക്കാനുള്ളതാണ്, ഡ്രോയിങ് ആണ് കേട്ടോ. ഒന്നൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ്, മറ്റൊന്ന് ഒരു സ്ക്വയർ വരയ്ക്കാനാണ്, മറ്റൊന്ന് ഒരു ഹെക്സഗൺ വരയ്ക്കാനാണ്. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചോദ്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് വരയ്ക്കണം നോക്കാം. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. എങ്ങനെയാ? പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ, ചുറ്റളവ് 11 സെൻറ്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. ഇതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ചുറ്റളവ് 11 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. അതായത് ത്രികോണമാണ് നമ്മളോട് വരയ്ക്കാൻ പറയുന്നത് എങ്കിൽ, അഥവാ ഒരു ട്രയാങ്കിളാണ് നമ്മളോട് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ ആണോ പെരിമീറ്റർ തന്നിട്ടുള്ളത് ആ ലെങ്ത്തിൽ തന്നെ നമ്മൾ ലൈൻ എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 സൈഡ് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ആ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും കോണുകൾ തരണം. അപ്പോൾ ഈ 3 സൈഡുകൾ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെരിമീറ്റർ എത്രയാണോ തരുന്നത് ആ ലെങ്ത്തിൽ തന്നെ നമ്മൾ വരക്കണം. അപ്പോൾ നമ്മളിവിടെ പെരിമീറ്റർ 11 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 11 സെൻറ്റിമീറ്റർ തന്നെ നമ്മൾ വരച്ച് തുടങ്ങണം. കാണിച്ചു തരാം കേട്ടോ. ആദ്യം സൈഡുകളുടെ റേഷ്യോ നോക്കാം. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈഡുകളുടെ റേഷ്യോ 1:1:1 ആണ്. നമ്മൾ ഈ 3 വണ്ണുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. നമ്മളുടെ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് എളുപ്പത്തിൽ വരയ്ക്കാനും സുഖകരമായിട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോകണം, ഇൻക്രീസ് ചെയ്യാൻ പോകണം. ഇതിന് നമ്മൾ 3 എന്നാക്കി. ഓക്കെ, കാരണം നമ്മൾ 1+1+1 എടുക്കുമ്പോൾ 3 ആണ് കിട്ടുക. ഇത് നമ്മൾ 3+3+3 എടുക്കുമ്പോൾ 9 സെൻറ്റിമീറ്ററുള്ള മറ്റൊരു ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഈക്വലായിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഈ 1:1:1 ഞാൻ എന്ത് ചെയ്തു? 3:3:3 എന്നാക്കി എടുത്തു. അതിൻ്റെയും റേഷ്യോ 1:1:1 തന്നെയല്ലേ? ഓക്കെ, ഇനി ഇവിടെ കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. നമ്മൾ വരയ്ക്കാൻ പോകണം കേട്ടോ. നമ്മളുടെ 11 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 11 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. കറക്റ്റ് നിങ്ങളുടെ സ്കെയിൽ വെച്ചിട്ട് വരക്കുക കേട്ടോ. അതിനുശേഷം മുകളിലേക്ക് ആംഗിൾ ഒന്നുമില്ല, സ്കെയിൽ നമുക്ക് വെച്ചിട്ട് തന്നെ ഒരു 9 സെൻറ്റിമീറ്റർ ലൈൻ ഞാൻ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ആംഗിൾ മെഷർമെൻറ്റുകളൊന്നുമില്ല. ഒരു 9 സെൻറ്റിമീറ്റർ നമ്മൾ വരക്കണം. എന്നിട്ട് നിങ്ങൾ ആ സ്കെയിൽ തന്നെ, ഞാനിവിടെ കോമ്പസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കോമ്പസ് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങളുടെ പെൻസിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. 3ൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുക്കുക, 6ൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുക്കുക, 9ൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഓക്കെ, ഞാനിതിൽ പെൻസിൽ വെച്ചിട്ടല്ല കോമ്പസ് വെച്ചിട്ടാണ്. പെൻസിൽ വെച്ചിട്ട് ഇതിലിങ്ങനെ മാർക്കിങ് നടക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ആ കോമ്പസുകൾ വെച്ചിട്ട് ഞാൻ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഈ റെഡിങ് ഗേറ്റ് ഇവിടെ മാർക്ക് ചെയ്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി അതിനുശേഷം ഈ ലാസ്റ്റുള്ള 2 എൻഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. കണ്ടോ? ഇനി ശ്രദ്ധിച്ചോണേ, ഇനി ഈ ലൈനിന് പാരലൽ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ സ്കെയിലും പൊട്രാക്ടറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോമെട്രിക് ബോക്സിൽ ഇതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ത്രികോണ രൂപത്തിൽ, സെറ്റ് സ്ക്വയർ പറയും. ആ സാധനം വെച്ചിട്ട് ഇത് വരക്കാം കേട്ടോ. ഇവിടെ സെറ്റ് സ്ക്വയർ വെക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഈ വരക്കുന്ന മെത്തേഡിലൊന്നും നിങ്ങൾക്ക് വരക്കാം കേട്ടോ. ഒന്നെങ്കിൽ ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇപ്പുറത്തെ സ്കെയിൽ വെച്ചിട്ട് സെറ്റ് സ്ക്വയറിനെ അങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ ഈ സ്കെയിൽ വെക്കുന്ന ഭാഗത്ത് സെറ്റ് സ്ക്വയർ വെക്കുക, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ആര് വെക്കുക? പൊട്രാക്ടർ വെക്കുക. നമ്മളുടെ ഈ ടൂൾസിൽ സെറ്റ് സ്ക്വയർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഉള്ള 2 ടൂളുകളാണ്, ഒന്ന് സ്കെയിലും ഒന്ന് പൊട്രാക്ടറും. അത് രണ്ടും വെച്ചിട്ടാണ് ഞാനിത് വരക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഇവിടെ സ്കെയിൽ വെച്ചു, അതിനുശേഷം ഞാനിവിടെ പൊട്രാക്ടർ, നമ്മൾക്ക് ഇതിലുള്ള ടൂൾ വെച്ചിട്ടല്ലേ വരയ്ക്കാൻ കഴിയുള്ളൂ. പൊട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്രാക്ടറിൻ്റെ ഈ പരന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ സ്കെയിലിൻ്റെ ഈ ഭാഗത്ത് ചേർത്ത് വെച്ചു. ഓക്കെ, ഞാൻ ആ ലൈനാണ് വെക്കുന്നത്. സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ലൈനാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങൾ ലൈനല്ല, ഇത് സ്കെയിലിന് ചേർത്ത് വെക്കുക. ഓക്കെ, ഈ ഭാഗം കറക്റ്റ് സ്കെയിലിന് ചേർത്ത് വെക്കുക. ഞാൻ ഈ ഭാഗം കറക്റ്റ് സ്കെയിലിന് ചേർത്ത് വെച്ചു വേണം, ആ ലൈന് കറക്റ്റ് സ്കെയിലിന് ചേർത്ത് വെച്ചു. നിങ്ങൾ ആ പൊട്രാക്ടർ ചേർത്ത് വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഈ പൊട്രാക്ടർ നീങ്ങാതെ സ്കെയിലിനെ ഈ പോയിന്റിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് ആ പൊട്രാക്ടർ അവിടെ നിന്ന് മാറ്റിക്കോ, കുഴപ്പമൊന്നുമില്ല. നേരെ ഒരു ലൈൻ വരക്കുക. അതിനുശേഷം വീണ്ടും ഇതേപോലെ പൊട്രാക്ടർ ഫിക്സ് ചെയ്യുക, എന്നിട്ട് സ്കെയിൽ നീക്കി കൊണ്ടുവരിക, അടുത്ത ലൈൻ വരക്കുക. ഇങ്ങനെയാണ് നമ്മൾ പാരലൽ ലൈൻ വരക്കുക.
ഓക്കെ, ഇങ്ങനെ തന്നെ വരക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പാരലൽ ലൈന് പാരലൽ അല്ലാതൊക്കെ ആയി പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് പാരലൽ ലൈൻസുകൾ നമ്മൾ വരച്ചു. ഇനി നമ്മളിവിടെ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്കിയാൽ ഇപ്പം നമ്മളുടെ ഈ 11 സെൻറ്റിമീറ്ററിന് നമ്മൾ ഇവിടെ സെയിം റേഷ്യോയിൽ കട്ട് ചെയ്തു. ഇനി സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എടുക്കുക. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കോമ്പസ് എടുക്കാം കേട്ടോ. കോമ്പസ് അവിടെ കുത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ലെങ്ത് എടുത്തു കണ്ടോ. ഈ ലെങ്ത് എടുത്തിട്ട് താഴത്തേക്ക് നമ്മളൊരു ആർക്ക് വരക്കുക. നമ്മളവിടെ ഒരു ആർക്ക് വരക്കാൻ പോവാണ്. ഇനി ഇപ്പുറത്തെ ലെങ്ത്, ഈ രണ്ട് ലെങ്ത്തും സെയിം ആയിരിക്കും, കാരണം ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, സെയിം ആയിട്ടല്ലേ കട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഇവിടെ ഈ ലെങ്ത്തിനെ കട്ട് ചെയ്തു. ഇനി കട്ട് ചെയ്ത പോയിന്റിലോട്ട് ഓരോ ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ട്രയാങ്കിളായി. ഓക്കെ, 11 സെൻറ്റിമീറ്ററിൽ ഇതിൻ്റെ ചുറ്റളവ് വരിക, കാരണം ഈ ലെങ്ത്ത് 11 സെൻറ്റിമീറ്റർ ആയിരുന്നു. ആ ലെങ്ത്തിലല്ലേ ഇപ്പോൾ ഈ ത്രികോണം കിടക്കുന്നത്. ഈ സൈഡ് ഇവിടെ ഉണ്ട്, ഈ സൈഡ് അത് ഇവിടെ ഉണ്ട്, ഈ സൈഡോ അത് ഇവിടെ ഉണ്ട്. അപ്പോൾ പെരിമീറ്റർ 11 ആയില്ലേ. അതിനെ നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. 3 or more parallel lines cut any two lines in the same ratio. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് രണ്ട് വരകളെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുക. ഇതൊരു സമാന്തര വര, ഇത് സമാന്തരം, ഇത് സമാന്തരം, ഇവിടെ ഒരു സമാന്തരം കൂടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പം 4 സമാന്തര വരകൾ. ഇവിടുത്തെ റേഷ്യോ 1 1 1, ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ ഇതും എന്താ 1 1 1. ഈ ഒരു തിയറി വെച്ചിട്ടാണ് നമ്മൾ ഈ ചിത്രം വരക്കുന്നത്. ചിത്രം വരക്കുന്നത് എങ്ങനെയെന്ന് കിട്ടിയല്ലോ. ഏതാ തിയറി എന്നൊന്നും നമ്മളോട് ചോദിക്കൂല, നമ്മളവിടെ ആ ചിത്രം വരച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കിയാലോ. സ്ക്വയർ വരക്കാൻ നോക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരം വരക്കുക. മക്കളെ, ട്രയാങ്കിൾ അല്ലാത്ത ആരെ വരക്കാൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾ നേരെ പകുതി എടുക്കുക കേട്ടോ. ട്രയാങ്കിൾ അല്ലാത്ത ആരെ വരക്കാൻ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പകുതി എടുക്കുക. അപ്പോൾ 15ൻ്റെ പകുതി 7.5. ഓക്കെ, ഇവിടെ രണ്ട് സൈഡും അത് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും മതി. അപ്പോൾ അവിടുത്തെ റേഷ്യോ 1:1 ആണ്. ഇതിനെ നമുക്ക് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ 3:3 ആക്കിയിട്ട് തന്നെ എടുത്തു. ഇനി നമ്മൾ സ്ക്വയർ വരക്കാൻ പോവാണ് കേട്ടോ. 3 3 കൂട്ടിയ 6 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് മുകളിൽ വരക്കേണ്ടത്. അപ്പോൾ നോക്കിക്കോളാം, ആദ്യം നമുക്ക് 7.5 സെൻറ്റിമീറ്റർ വരക്കണം. ആദ്യം നമുക്ക് എത്ര വരക്കണം? 7.5 സെൻറ്റിമീറ്റർ വരക്കണം. 7.5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി മുകളിലേക്ക് നമ്മൾ വരക്കേണ്ടത് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, മുകളിലേക്ക് നമ്മൾ എത്ര വരക്കേണ്ടത്? 6 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഇനി മുകളിലോട്ട് വരക്കേണ്ടത്. ഈ 6നെ നമ്മൾ ഇനി 3 3 കട്ട് ചെയ്യുക. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് പെൻസിലേറ്റ് ഇവിടെ 3ൻ്റെ അവിടെ ഒരു വര വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഇതിലുള്ള ടൂളുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ ലൈൻസ് വരക്കണം കേട്ടോ, സമാന്തര വരകൾ വരക്കണം. ഓക്കെ, നമുക്ക് ആദ്യം ഈ രണ്ടറ്റത്തുള്ള പോയിന്റുകൾ യോജിപ്പിക്കാം. സ്ട്രേറ്റ് ലൈൻ ടൂൾ വെച്ചുകൊണ്ട് നമ്മളിവിടെ ഈ രണ്ട് പോയിന്റ്സുകൾ യോജിപ്പിച്ചു. ഇനി ഈ ലൈനിനെ പാരലായിട്ട് നമ്മളിവിടെ വരക്കാൻ പോകുന്നുണ്ടോ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ച് നിങ്ങൾക്ക് വരക്കാം. അത് വരക്കുന്ന മെത്തേഡുകളൊക്കെ നിങ്ങൾ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഞാനിതിലുള്ള ടൂളായിട്ടുള്ള പൊട്രാക്ടർ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വരക്കാം കേട്ടോ. സെറ്റ് സ്ക്വയറിന് പകരം പൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരക്കാം, നോ പ്രോബ്ലം. കറക്റ്റ് സ്കെയിലാ വരമ വെക്കുക. അതിനുശേഷം പൊട്രാക്ടർ നേരത്തെ പോലെ എന്ത് ചെയ്യുക, കറക്റ്റ് ഇവിടെ ചേർത്ത് വെക്കുക. ഓക്കെ, ഇനി നേരെ താഴത്ത് കൊണ്ടുവരിക. അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു പാരലൽ ലൈൻ വരക്കാം. ഓക്കെ, ഇനി നമ്മൾ സ്ക്വയർ വരക്കാൻ പോകണം കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിലാണ് നമ്മൾ സ്ക്വയർ വരക്കാൻ പോകുന്നത്. ഞാനിത് ഈ സൈഡിലാണ് സ്ക്വയർ വരക്കുന്നത് കേട്ടോ. അതിന് ഇവിടുന്ന് സ്ക്വയറിൻ്റെ ആംഗിൾ 90 അല്ലേ, താഴത്തേക്ക് ഒരു 90 ഡിഗ്രി വരക്കുക. ലൈനിൽ ലെങ്ത് ഒന്നുമില്ല കേട്ടോ. പൊട്രാക്ടർ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി, നമുക്ക് കറക്റ്റ് 90 ഡിഗ്രി താഴത്തേക്ക് പോയിന്റ് മാർക്ക് ചെയ്യാതെ തന്നെ വരക്കുക. ഇവിടെ 90 പോയിന്റ് മാർക്ക് ചെയ്യുക, എന്നിട്ടാണ് വരക്കുക, നീട്ടി വരക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ സ്കെയിലിൽ പൊട്രാക്ടറിൻ്റെ അത് ലേസം ഇങ്ങോട്ട് നീക്കിയാൽ മതി. എന്നിട്ട് ഇവിടുന്ന് നേരെ നീട്ടി വരക്കുക. ഇത് നിങ്ങൾക്ക് പൊട്രാക്ടറിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ അറിയാലോ, അത് വെച്ചിട്ട് നിങ്ങൾ വരക്കുക കേട്ടോ. ഞാനിവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് വരക്കുകയാണ്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിലും അതേപോലെ വരക്കാൻ പോവാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലും നമുക്ക് വരക്കാം. ഇനി ഇതാ ഈ ലെങ്ത് കോമ്പസിൽ എടുക്കുക. ഇവിടെയുള്ള ലെങ്ത് അതാണ് ഇനി നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ.
നമുക്ക് താഴോട്ട് കട്ട് ചെയ്യാം, അതേപോലെ അപ്പുറത്തും കട്ട് ചെയ്യാം കേട്ടോ. ഇനി കട്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്വയറായി. ഓക്കെ, ഈ ലെങ്ത് എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? 7.5 അല്ലേ? ഇതാ ഈ രണ്ട് ലെങ്ത്തുകൾ ഇതാ ഇതും ഇതും അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി 7.5 ആയി. ഇതും അതേപോലെ തന്നെ എന്ത് കിട്ടും? ഇത് രണ്ടും എന്ത് കിട്ടും? 7.5. അപ്പോൾ 7.5 + 7.5 15 സെൻറ്റിമീറ്റർ ആയില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പകുതി എടുക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് രണ്ടും 7.5, ഇത് രണ്ടും 7.5, അപ്പോൾ മൊത്തം 15 ആയി. ഓക്കെ ആണ്. ഇനി നമുക്ക് ഒരാളെയും കൂടി വരക്കാനുണ്ട്. ആരാ? റെഗുലർ ഹെക്സഗൺ, സമഷഡ്ഭുജം. പെരിമീറ്റർ എത്രയാ? 20 സെൻറ്റിമീറ്റർ. ചുറ്റളവ് എത്രയാ? 20 സെൻറ്റിമീറ്റർ. ഇവിടെ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പെരിമീറ്റർ പകുതി എടുക്കണം, 10 സെൻറ്റിമീറ്റർ. ഓക്കെ, പെരിമീറ്റർ പകുതി എടുത്തു, സൈഡും പകുതി എടുക്കുക. 6 സൈഡാണ്, 3 സൈഡ് ട്രയാങ്കിൾ വരച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 1:1:1, 3:3:3 9 വരും. ഇനി നമ്മൾ വരക്കാൻ പോവാണ്, ശ്രദ്ധിച്ചോളാം. ആദ്യം നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് വരക്കുന്നത്. കാരണം റെഗുലർ ഹെക്സഗണെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 ട്രയാങ്കിളായിട്ട് ഭാഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വരക്കുന്നത് ശ്രദ്ധിച്ചോളാം. ആദ്യം ഞാൻ 10 സെൻറ്റിമീറ്റർ, പെരിമീറ്റർ 20 ആണല്ലോ, ആദ്യം ഞാൻ 10 വരച്ചു. അതിനുശേഷം മുകളിലോട്ട് 9 സെൻറ്റിമീറ്റർ, നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ച പോലെ തന്നെ കേട്ടോ. മുകളിലോട്ട് ഒരു 9 സെൻറ്റിമീറ്റർ വരക്കുക. എന്നിട്ട് ആ 9നെ 3, 3, 3 എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, 9 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി 9നെ ജസ്റ്റ് ആ സ്കെയിലിൻ്റെ അവിടെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ പെൻസിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇങ്ങനെ മാർക്കിങ്ങിന് ഒരു സിസ്റ്റം കിട്ടില്ല ഈ സോഫ്റ്റ്വെയറിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കോമ്പസ് വെച്ച് മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ പെൻസിലായിട്ട് മാർക്ക് ചെയ്താൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, മൂന്ന് 3 മാർക്ക് ചെയ്തു. 1:1:1, 3:3:3 ആയി. ഇനി നമ്മൾ നേരത്തെ വരച്ച പോലെ എന്ത് ചെയ്യണം? പാരലൽ ലൈൻസ് വരക്കണം, സമാന്തര വരകൾ, പാരലൽ ലൈൻസ് വരക്കണം. ഇനി സെറ്റ് സ്ക്വയറും സ്കെയിലും അല്ലെങ്കിൽ പ്രൊട്രാക്ടർ സ്കെയിലും നിങ്ങൾക്ക് ഏത് ടൂളാണോ സുഖം അതെടുക്കുക. എന്നിട്ട് നമ്മളിത് വരക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഡ്രോയിങ്. കറക്റ്റ് നമുക്ക് പെൻസിലിനെ സ്കെയിലിനെ വെച്ച് കൊടുക്കാം. ഇനി പ്രൊട്രാക്ടർ വെച്ച് കൊടുക്കാം. യെസ്, ഇനി നമുക്ക് സ്കെയിലിനായിട്ട് നീക്കാം. പ്രൊട്രാക്ടർ ഓക്കെ, അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നമുക്കൊരു സമാന്തര വര വരക്കാം. ഓക്കെ, വീണ്ടും സ്കെയിൽ ഇങ്ങോട്ട് നീക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കുക. ആദ്യം നമ്മൾ ത്രികോണം വരക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ അതിനെ ഹെക്സഗൺ ആക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. താഴോട്ടൊരു ആർക്ക് വരക്കാം. ആർക്കിനെ നമുക്ക് കട്ട് ചെയ്യാം. ത്രികോണമാക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യണം നോക്കിക്കോട്ടോ. ഈ ത്രികോണത്തിൻ്റെ ഈ സെൻറ്ററിൽ കോമ്പസ് കൊടുന്ന് വെക്കുക, ഈ അറ്റത്ത്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് റേഡിയസ് ആക്കി എടുത്തിട്ട് ഒരു സർക്കിൾ അങ്ങോട്ട് വരക്കുക. നമുക്ക് വരക്കാൻ പറ്റുന്ന ഒരു എളുപ്പ മെത്തേഡാണ് കേട്ടോ ഹെക്സഗൺ വരക്കാൻ. ഒരു സർക്കിൾ അങ്ങോട്ട് വരക്കുക തന്നെ. ഇനി ഈ ലെങ്ത് വെച്ചിട്ട് നമ്മൾ ഓരോ പോയിന്റുകൾ സർക്കിളിൽ മാർക്ക് ചെയ്യാൻ പോകട്ടോ. നോക്കിക്കോ,
ആദ്യം അവിടെ ഒരു മാർക്ക് കട്ടക്കട്ട അവിടെ തന്നെ. ഇനി ആ കോമ്പസ് കൊടുത്ത് ഇവിടെ കുത്തുക, ഇപ്പുറത്ത് അതേ മെഷർമെൻറ്റിൽ ഒരു മാർക്ക്. അവിടെ ഇനി ഇപ്പുറത്തേക്ക് അവിടെ കുത്തിയിട്ട് ഇനി ഇപ്പുറത്ത് ഒന്ന് മാർക്ക്. അവസാനം നമ്മളിതാ ഈ പോയിന്റ് കത്തും. അടുത്ത മാർക്ക് നെക്സ്റ്റ് വൺ വേണ്ട അവിടെ എത്തി. ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ മാർക്കുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യാം നമ്മൾ അവിടേക്ക്. ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട്. യെസ് യെസ് ഓക്കെ. ഇപ്പോൾ 6 സൈഡായാലും നോക്കിയാൽ 1 2 3 4 5 and 6 6 സൈഡിലെ ഹെക്സഗണായി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റെഗുലർ ഹെക്സഗൺ വരയ്ക്കുന്നത്. ഇതല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. ത്രികോണങ്ങൾ ഇങ്ങനെ വരച്ചു പോകണമെന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ത്രികോണം വരച്ചല്ലോ, പിന്നെ ഈ ലെങ്ത് എടുക്കുക, ഇവിടെ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക, അപ്പോൾ ഇവിടെ വരും, ഇവിടെ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ വരും, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ത്രികോണം, അപ്പോൾ സർക്കിൾ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക, ഈ ലെങ്ത് ആണല്ലോ, ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, അപ്പോൾ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ത്രികോണം. പിന്നെ ഇങ്ങനെ ഓരോ ത്രികോണങ്ങൾ ഇങ്ങനെ വരച്ച് 6 ത്രികോണം. കാരണം ഒരു റെഗുലർ ഹെക്സഗണെ നമുക്ക് 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് ഭാഗിക്കാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ സർക്കിൾ വരച്ചാണ്ട് വരച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ത്രികോണം വരച്ചിട്ടും വരക്കാം കേട്ടോ, നോ പ്രോബ്ലം. വിച്ച് ഈസ് യുവർ സിംപ്ലസ്റ്റ് മെത്തേഡ് ദാറ്റ് യു ക്യാൻ ഡിസൈഡ്, ദാറ്റ് യു ക്യാൻ ചൂസ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് അത് ചൂസ് ചെയ്യുക, വരക്കുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കുന്നത്, പിന്നെ സ്ക്വയർ വരക്കുന്നത്, പിന്നെ റെഗുലർ ഹെക്സഗൺ വരക്കുന്നത്, ഇത് 3ഉം വരക്കണതാണ് നമ്മളിന്ന് നോക്കിയത്. നന്നായിട്ട് വരച്ച് പഠിക്കുക കേട്ടോ. വരക്കാനുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ വരക്കാനുള്ള പഠിച്ചു, സ്ക്വയർ വരക്കാൻ, ഏരിയ 7 ഏരിയ വരുന്നത്, 11 ഏരിയ വരുന്നത്, അങ്ങനത്തെ സ്ക്വയറുകൾ വരക്കാൻ പഠിച്ചു. ഈ ചാപ്റ്ററിൽ ഇങ്ങനത്തെ ചിത്രങ്ങളാണ്. ഇനിയും നമുക്ക് ഈ ചാപ്റ്ററിൽ വരക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളൊക്കെ വരച്ച റെഗുലറാണ്. ഇനി റെഗുലർ അല്ലാത്തത്, അല്ലാത്തത് വരക്കാനുണ്ട്. സൈഡുകളുടെ റേഷ്യോ തന്നിട്ടുള്ള ത്രികോണങ്ങളൊക്കെ വരക്കാനുണ്ട്. ഒക്കെ നമുക്ക് വയ്യ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വരച്ച് പഠിക്കുക. വരക്കാനുള്ള ചോദ്യങ്ങൾ ഒരിക്കലും മാർക്ക് കളയരുത് കേട്ടോ. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.